It's me, Chase. ക്രിസ്റ്റഫർ നോളൻ എന്തൊരു മനുഷ്യനല്ലേ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര എഫേർട്ട് എടുക്കുക, ഫിലിമിൽ ഇപ്പോഴും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ 2026 For me, it's been my long-held dream. I mean, really, since I was about 16 years old, to do an entire film on IMAX. അതും ഐമാക്സ് ക്യാമറാസിൽ, ഇത്രയും ഹെവി വെയിറ്റ് ആയിട്ടുള്ള ക്യാമറാസ്, ഇത്രയും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാമറാസ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ ക്യാമറയിൽ അതൊക്കെ സോൾവ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്നാലും ഫിലിം ക്യാമറാസിൽ ഷൂട്ട് ചെയ്യുക, 70mm സ്ക്രീൻസിൽ തന്നെ കാണണം എന്നുള്ളൊരു ട്രെൻഡ് അത് ഉണ്ടാക്കുക, അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. എനിക്ക് ഭയങ്കര വണ്ടറായിട്ട് തോന്നിയിട്ടുള്ളൊരു ആളാട്ടോ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ. ആസ് എ ഫിലിം ലവർ, നമ്മൾ ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു പടം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബൾബ് കത്താൻ കുറച്ച് ടൈം എടുക്കും. ടെനറ്റൊക്കെ എനിക്ക് കുറച്ചൊരു പ്രശ്നം തോന്നുന്നൊരു പടമാണ്. പക്ഷേ ആളുടെ ഫാനായത് എന്തായാലും ഓഫ് കോഴ്സ് ഡാർക്ക് നൈറ്റ് സംഭവമാണ്. പക്ഷേ ഇൻസെപ്ഷൻ അത് ചിന്തിക്കാൻ പറ്റൂ? എനിക്ക് പറ്റിയില്ല. അത് എങ്ങനെ ആൾ ചിന്തിച്ചെടുത്തത്? ഇൻറ്റർസ്റ്റെല്ലാറിൽ ആൾ കാണിക്കുന്ന ഡൈമെൻഷൻസൊക്കെ എങ്ങനെയാണ് ചിന്തിച്ചെടുത്തത്? ഈ ബ്ലാക്ക് ഹോളൊക്കെ എങ്ങനെയാണ് ആദ്യത്തെ പിക്ചർ പുറത്തു വരുന്നേക്കാളും മുന്നേ ആൾ ഡിസൈൻ ചെയ്തത്? പിന്നെ അങ്ങനെ പറയാൻ എന്തോരം കാര്യങ്ങളുണ്ട്. മ്യൂസിക്കിന് വേണ്ടിയിട്ട് ആൾ ഈ പറഞ്ഞ പോലെ ഒഡീസയുടെ ഞാൻ കാര്യം കേട്ടിട്ടുള്ളത്, പണ്ടത്തെ ആ ഒരു ടൈമിൽ തന്നെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് അവർ ഉണ്ടാക്കി, എന്നിട്ട് അതിനനുസരിച്ച് അവർ മ്യൂസിക് ചെയ്തു. പിന്നെ പറയണ്ടല്ലോ, അദ്ദേഹം ഒരു നോർമലല്ല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, ഒരു ഗോട്ട്. ഈ സിനിമയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഗോട്ട് തന്നെയാണ് ആൾ. പ്രീമിയം ലാർജ് ഫോർമാറ്റ്സിൽ വരുന്ന പടങ്ങൾ നമ്മുടെ അവിടെ ഉള്ളൊരു തിയേറ്റേഴ്സ്, ഞാൻ തൃശ്ശൂരാണ്, ഇപ്പോൾ എൻ്റെ സംസാരം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ തൃശ്ശൂരാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വന്ന് അത് കളിക്കണമെങ്കിൽ ഇപ്പോൾ എപ്പിക് ഉണ്ട്, തൃശ്ശൂർ എപ്പിക് ഉണ്ട്, കോഴിക്കോടുണ്ട്, പിന്നെ നമ്മുടെ ഫോറം മാളിലുണ്ട്. എപ്പിക്കല്ല കേട്ടോ, നമ്മുടെ PVRൻ്റെ, പിന്നെ ഐമാക്സ് 2 ഉണ്ട്. അല്ലെങ്കിൽ കോയമ്പത്തൂർ വേണം ബ്രോഡ് ബേസിൽ. അപ്പോൾ ഇപ്പോൾ ഡോൾബി സിനിമാസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അഫ്കോഴ്സ് സിനിമ ലവേഴ്സിൻ്റെ ഒരു പാരഡൈസ് തന്നെയായിരിക്കും അത്. ഈ പടം ഇങ്ങനെ എടുത്താൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ ഒരു പടം വേറൊരാൾക്ക് കൊടുത്തിട്ട് അയാൾ അങ്ങനെ ചെയ്തേനെന്ന് പറയണല്ലോ ഒരു അർത്ഥമില്ല. കാരണം ക്രിസ്റ്റഫർ നോളൻ എന്തുകൊണ്ടാണ് ക്രിസ്റ്റഫർ നോളൻ? നമ്മളൊരു കഥ വായിച്ചു, നമുക്കൊരു പിക്ചർ ഉണ്ടോ ഉള്ളിൽ, ആ സെയിം കഥ ആൾ വായിക്കുമ്പോൾ ആളുടെ ഉള്ളിലത്തെ നരേഷനും ആൾ കാണുന്ന ഒരു വിഷ്വലും അത് വേറെ ഇരിക്കും, അതെന്തായാലും വേറെ ആയിരിക്കും. ഇപ്പം നമ്മളൊരു വെളുത്തൊരാളിനെ കണ്ടു, അയാൾ ചിലപ്പോൾ വിചാരിക്കുന്നത് കറുത്ത ആളായിരിക്കും. അപ്പോൾ ആൾക്ക് മാത്രമല്ല നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ എന്താ പറയുക, ഒരു സന്ധ്യാസമയം തന്നെ പറയുമ്പോൾ നമുക്ക് പല രീതിക്ക് തന്നെ ചിന്തിക്കാമല്ലോ. ഫുള്ളി ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഫുള്ളി ഒരു വയലറ്റ് ഷെയ്ഡൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇരുട്ടാവണു, ഒരു ലൈറ്റും ഇല്ല, അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര വണ്ടറായിട്ട് തോന്നിയിട്ടുള്ളൊരു ആളാണ് ക്രിസ്റ്റഫർ നോളൻ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പലാക്സ് ഉണ്ട്, എപ്പിക് ഉണ്ട്. പക്ഷേ ആദ്യമൊക്കെ ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ ആഗ്രഹിച്ചിരുന്നതും, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ടിക്കറ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നതും രാഗം, ജോസ്, രാംദാസ് അങ്ങനത്തെ തിയേറ്ററുള്ള. പക്ഷേ ഇപ്പോഴത്തെ പല അവസ്ഥകൾ കൊണ്ടും രീതികളൊക്കെ മാറി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ പറഞ്ഞ തിയേറ്റേഴ്സിനൊക്കെ ഭയങ്കര ഫാൻസ് ഉണ്ട്. തൃശ്ശൂരത്തെ കാര്യം ഞാൻ പറയണം, ബാക്കിയുള്ളിടത്തല്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പല തിയേറ്റേഴ്സും പല തിയേറ്റേഴ്സിന് ഫാൻസുകാരുണ്ട്. നല്ല ക്വാളിറ്റി, എസ്പെഷ്യലി ഞാൻ അറിഞ്ഞതിലും കണ്ടതിലും വെച്ച് ഇത്രയും ലോ പ്രൈസിൽ ഇത്രയും ഹൈ ക്വാളിറ്റി, ബെസ്റ്റ് ക്വാളിറ്റിയിൽ പിക്ചറാണെങ്കിലും സൗണ്ടാണെങ്കിലും സീറ്റിങ്സ് ആണെങ്കിലും എല്ലാം തരുന്നത് കേരളത്തിലാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത്
ഐമാക്സിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല കേട്ടോ. ഐമാക്സ് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ബ്രോഡ്വേ സിനിമാസിൻ്റെ പ്രൈസ് റേറ്റും നമ്മുടെ കൊച്ചിയിലത്തെ പ്രൈസ് റേറ്റും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ പ്രൈസ് റേറ്റും തിയേറ്റർ തമ്മിലുള്ള വ്യത്യാസവും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ വിചാരിക്കരുത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല തിയേറ്റേഴ്സാണ്, നല്ല സീറ്റ്സാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ തരും നമുക്ക് സിനിമ കാണാൻ പറ്റിയത്, അത് ഇത്രയും കുറഞ്ഞ റേറ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ തിയേറ്ററിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് തിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏത് പുതിയ തിയേറ്ററിലേക്ക് പോകുകയാണെങ്കിലും, പുതിയതല്ല പഴയ, ഇപ്പോൾ നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ രാഗത്തിലാണ് ഏറ്റവും കൂടുതൽ സിനിമ ഉണ്ടാവുക. അപ്പോൾ രാഗത്തിലേക്ക് ഇപ്പോൾ പോവുകയാണെങ്കിൽ പോലും അവിടുത്തെ സ്പീക്കേഴ്സ് ഇരിക്കണത്, അല്ലെങ്കിൽ അവിടുത്തെ ലൈറ്റ്, ഓഫ് കോഴ്സ് കർട്ടൻ റേസിങ്, അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. അത് വണ്ടറാണ്. അതൊക്കെയാണ് ഇപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റഡ് എനിക്ക് തോന്നാറ്. സെൻട്രൽ സീറ്റ് തന്നെ നമ്മൾ ബുക്ക് മൈ ഷോയിലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻട്രൽ സീറ്റ് തന്നെ നോക്കിയിരിക്കും. അതിന് വേണ്ടിയിട്ട് തല്ലാണ്. ഇപ്പോൾ നമ്മളൊരു ചിലപ്പോൾ കുറച്ച് പേര് കൂട്ടായിട്ടാകുമ്പോൾ പോകുന്നുണ്ടാവുക ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അതിന് ഭയങ്കര സെൻട്രലായിരിക്കും അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. തിയേറ്ററിൽ സിനിമ കാണാമെന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസാണ്. അതൊരു മൊബൈലിനോ അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്ററിന് പോലും അതൊരിക്കലും തരാൻ പറ്റില്ല. അപ്പം നമുക്ക് സിനിമ കാണാം, പക്ഷേ തിയേറ്ററിൽ കാണുന്ന ഒരു ഫീല് ഇത്രയും ആൾക്കാരുടെ ഒപ്പം, ഇത്രയും ബഹളത്തിൻ്റെ അടക്കം, പാലില്ലെങ്കിൽ പോലും ഇത്രയും വലിയ ഹ്യൂജ് ഓഡിറ്റോറിയത്തിൽ ഇത്രയും ഹ്യൂജായിട്ടുള്ള സൗണ്ട്, സ്ക്രീന്, വെളിച്ചം, അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ആ തിയേറ്ററിൽ കാണുന്ന എക്സ്പീരിയൻസ് പ്ലസ് നോളൻ്റെ പടം, അത് തരുന്നൊരു എക്സ്പീരിയൻസ്, അത് അല്ലേ വല്ലാത്തൊരു കോമ്പോ അല്ലേ. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക സിനിമകൾ. ഈ സിനിമ തന്നെ കാണണമെന്ന് പറയണില്ല, പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതൊരു വെർത്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു വണ്ടേഴ്സ് അല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി വരാൻ പോണ ഫുള്ളി ഫിലിംഡ് ഏതെങ്കിലും സിനിമകളുണ്ടോ? ഇപ്പോൾ ഐമാക്സ് മാത്രമല്ല, ഫിലിമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ക്യാമറാസ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഏതാണ് ക്യാമറാസ്, അല്ലെങ്കിൽ ഏതൊക്കെ ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്യണേ. ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ 70mm ഉണ്ട്, 35mm ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യണേ? ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? ഈ മെയിനായിട്ടുള്ളൊരു കാര്യം, അറ്റ്മോസ് തിയേറ്ററിൽ കാണുന്നതും ഒരു 7.1 തിയേറ്ററിൽ കാണുന്നതും 5.1 ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഉണ്ടെങ്കിൽ പോലും അങ്ങനെ കാണുന്നതിലും നിങ്ങൾക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ആദ്യം പറഞ്ഞ പോലെ സൈഡ് ബാർസും അല്ലെങ്കിൽ മുകളിൽ വരുന്ന ബാർസൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അത് നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രശ്നമാക്കാറുണ്ടോ? എനിക്ക് പ്രശ്നമാവാറുണ്ട് അങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് നന്നായിരിക്കും. കാരണം എനിക്കത് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം എനിക്കിതൊക്കെ കുറേ പ്രശ്നങ്ങൾ തരുന്നതാണ്. പിന്നെ അഫ്കോഴ്സ് സിനിമ നന്നാവണം, അതെന്തായാലും ഉള്ളൊരു സംഭവമാണ്. സിനിമയിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, നമ്മുടെ ഡോൾബി സിനിമാസിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയണ ഐമാക്സിലാണെങ്കിലും, നമ്മുടെ അവിടുത്തെ ഐമാക്സിലില്ല, പക്ഷേ ഡുവൽ പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അറ്റ്മോസിൽ തന്നെ എത്ര ലേയേഴ്സ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് തോന്നാറുണ്ടോ എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങളൊരു സിനിമ കാണാൻ ഒരു തിയേറ്റർ ചൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ക്രൈറ്റീരിയ? ഈ നല്ല തിയേറ്റർ ആവണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ക്രൈറ്റീരിയ കൊടുക്കണേ? നല്ല സൗണ്ട് എന്നാണോ ഉദ്ദേശിക്കുന്നത്? നല്ല സ്ക്രീൻ എന്നാണോ ഉദ്ദേശിക്കുന്നത്? നല്ല വലിയ സ്ക്രീൻ എന്നാണോ? അല്ലെങ്കിൽ കുറേ പേര് ഇരിക്കാൻ പറ്റുന്ന, എനിക്ക് ഭയങ്കര കിങ് സൈസ് തിയേറ്റേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണോ നിങ്ങളുടെ ക്രൈറ്റീരിയ? അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെന്താണ് ചൂസ് ചെയ്യാറ് ഒരു നല്ല പടം കാണാൻ പോകുമ്പോൾ? അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുമോ? അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇപ്പോൾ പറയാൻ തോന്നിയത്. റാൻഡമായിട്ട് ഞാൻ പറയണ കാര്യങ്ങളാണ്. കാരണം ഇതിൽ പല സാധനങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇതൊക്കെ ഓരോരോ ടോപ്പിക്കായിട്ട് പറയണമെന്നുണ്ട്. ഒരുപാട് പേര് യൂട്യൂബിൽ ഇത് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പറയണമെങ്കിൽ പറയാം, അത് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള പോലെ ഇതുപോലെ റാൻഡമായിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവാം. പക്ഷെ ഇതിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്ന് എനിക്ക് തോന്നണമെന്നില്ല.
ഇതെൻ്റെ വെറുതെ എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ചോദ്യങ്ങളും മാത്രമാണ്. ഞാനാണ് നിങ്ങളോട് അങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് എനിക്ക് തോന്നണേ. കാരണം നിങ്ങളെ കുറിച്ചും എനിക്കറിയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ പറയണത് ഇതുപോലെ പറഞ്ഞാൽ മതിയോ, ശരിയാണോ, അപ്പോൾ അതൊക്കെ ഒന്നെല്ലാം കൂടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. ഗ്രാജുവലി ഇതുപോലെ പ്രോഗ്രഷൻ ഉണ്ടാവുള്ളൂ. അതുതന്നെയാണ് എനിക്കും ആഗ്രഹം. അങ്ങനെ ഉണ്ടാവുന്നത് തന്നെയാണ്. പിന്നെ ഓരോ ചെറിയ ചെറിയ തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. 2ാമത്തെ എപ്പിസോഡായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ഇഷ്ടപ്പെട്ട കൂടങ്ങട് പോരാ. അപ്പോൾ ഓക്കെ, ബൈ.